ഹലോ ഗെയ്സ്, ലോകത്തിൻ്റെ ചരിത്രവും ആധുനികതയും ഒരുമിച്ച് ജീവിക്കുന്ന നഗരമാണ് ലണ്ടൻ. ഏകദേശം 2000 വർഷം പഴക്കമുള്ള ഈ നഗരം, ഓരോ തെരുവും ഓരോ പാലവും ഓരോ കെട്ടിടവും പറയുന്നത് നൂറ്റാണ്ടുകളുടെ കഥകളാണ്. ഈ ചരിത്ര നഗരത്തെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2 വ്യത്യസ്ത കാഴ്ചകളിലൂടെയാണ്. ആദ്യം തോംസ് നദിയിലൂടെ ഒരു മനോഹരമായ ക്രൂയിസ് യാത്ര. അതിലൂടെ ലണ്ടന്റെ പ്രസിദ്ധമായ ലാൻഡ്മാർക്കുകൾ വെള്ളത്തിലൂടെ കണ്ടാസ്വദിക്കാം. അതിനുശേഷം 135 മീറ്റർ ഉയരമുള്ള ലോകത്തിലെ പ്രസിദ്ധമായ ലണ്ടൻ ഐയിൽ കയറി ലണ്ടൻ നഗരത്തെ മുഴുവൻ ആകാശ കാഴ്ചയിൽ നമുക്ക് കാണാം. ഞാൻ ആൽബിൻ. ലൈഫ് വിത്ത് ആൽബിനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ലണ്ടൻ യാത്രയുടെ 2ാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ ഇതിലേക്ക് കാണാൻ പോകുന്നത്. ആദ്യത്തെ വീഡിയോയ്ക്ക് നൽകിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നമുക്ക് ലണ്ടനിൽ കയറണം എന്നുണ്ടെങ്കിൽ മുൻകൂട്ടി ടിക്കറ്റ് എടുക്കണം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 2 ദിവസം മുമ്പൊക്കെ ഓൺലൈനിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും കേട്ടോ. അതിൽ തന്നെ നമുക്ക് കോംബോ ഓഫറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നെങ്കിൽ നമ്മുടെ റിവർ റൈഡും ലണ്ടനായിട്ടും കൂട്ടിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് ചേർന്നൊരു അക്യം മ്യൂസിയം കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും കൂടെ കയറി കൂട്ടി ക്ലബ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്താ വെച്ചാൽ ഇത് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ അത് ഡേറ്റ് കാര്യങ്ങൾ ടൈം എല്ലാം ബുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ നമ്മളവിടെ ചെന്ന് ആ ഒരു ടൈമിൽ തന്നെ കയറാൻ നോക്കുക. ആ സ്ലോട്ട് അനുസരിച്ചായിരിക്കും വരുന്നത്. ഇതെല്ലാം നമുക്കിപ്പോൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ ഓൺലൈനായിട്ട് അവർ സ്റ്റാഫൊക്കെ ഉണ്ടാവും, 2-3 പേര്. അവിടെ ഒരു ഇൻഫർമേഷൻ സെൻ്റർ ഉണ്ട്, അവിടെ പോയാലും എടുക്കാൻ പറ്റും. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈവൻ നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്, നമ്മളൊരു ടൂറിസ്റ്റായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും വെച്ചിട്ട് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല ടിക്കറ്റിൻ്റെ കാര്യം. നമ്മുടെ ബോട്ട് ഇവിടെ തിരിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ ബോട്ട് ഇവിടെ തിരിക്കുകയാണെങ്കിൽ നമ്മുടെ ബോട്ട് ഇപ്പോൾ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് ഷെയ്ക്കാവുന്നുണ്ട്. നല്ല രസം. ലലല ലലല. അപ്പോഴത്തേക്ക് നമ്മുടെ ഓപ്പോസിറ്റിലൊക്കെ നമുക്ക് മനോഹരമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എന്ത് കെട്ടണമെന്ന് നമുക്കൊന്നും അറിയില്ല, ഇവരത് പറഞ്ഞിട്ടുമില്ല എന്താന്ന്. പക്ഷെ നമ്മുടെ നല്ല അടിപൊളിയാണ്. ഇവിടെ എന്നുള്ളതല്ല, നമ്മുടെ ലണ്ടൻ ഐയുടെയും അതുപോലെ തന്നെ ഇതിൻ്റെ ബിഗ് ബാൻ പാലസിൻ്റെ കൂടെ വ്യൂ ഉണ്ടല്ലോ. സെറ്റാണ് സംഭവം. ലണ്ടനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും പ്രസിദ്ധമായൊരു സംഭവമാണ് ബിഗ് ബെൻ. പലരും ഈ ഗോപുരത്തെ മുഴുവനായിട്ട് ബിഗ് ബെൻ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ബിഗ് ബെൻ എന്നത് അതിൻ്റെ ഏകദേശം അതിനുള്ളിൽ ഏകദേശം മുകളിലായിട്ടുള്ളൊരു 13.5 ടൺ ഭാരമുള്ള ഒരു വലിയ മണിയുടെ പേരാണ് ബിഗ് ബെൻ. ഈ മണിക്കൂട്ട് സ്ഥിതി ചെയ്യുന്ന ഗോപുരത്തിൻ്റെ ഔദ്യോഗിക നാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ എലിസബത്ത് ടവർ എന്നാണ്. പക്ഷെ നമ്മളെപ്പോഴും പറയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ബിഗ് ബെൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. 1959 ഈ ബിഗ് ബെൻ ഇരിക്കുന്ന ആ ഒരു മണിക്കൂട് പ്രവർത്തനം ആരംഭിച്ചത്. ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ഹൗസ് ഓഫ് പാർലമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗോപുരം രാജ്ഞി എലിസബത്ത് 2ാമൻ്റെ ഡയമണ്ട് ജൂബിലിയെ അനുസ്മരിച്ച് 2012 എലിസബത്ത് ടവർ എന്ന് പുനർനാമം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 96 കിലോമീറ്റർ ഉയരമുണ്ട് ഈ ഗോപുരത്തിന്. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ലോക്ക് ടവറുകളിൽ ഒന്നാണിത്, ഈ ബിഗ് ബെൻ. ഓരോ വർഷവും ഒരുപാട് സഞ്ചാരികൾ വരുന്നുണ്ട് ലണ്ടൻ കാണാൻ വേണ്ടി. അപ്പം അവരുടെ ഏറ്റവും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ് കേട്ടോ ഈ ബിഗ് ബെൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ നദിയിൽ നിന്നുള്ള കാഴ്ചയൊക്കെ ഉണ്ടല്ലോ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ചെറുതായിട്ട് ലണ്ടനായുടെ ഒരു ചരിത്രം പറയാം കേട്ടോ. ഏകദേശം 1999 ഇത് പൂർത്തിയാക്കി. ലണ്ടൻ ഈ പണിത് പൂർത്തിയാക്കി 2000 പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തു കേട്ടോ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പുതിയൊരു സഹസ്രാബ്ദം, അതായത് മിലേനിയം ആഘോഷത്തിനായിട്ടാണ് ഇത് നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആദ്യത്തെ പേരെങ്ങനെയാണെന്ന് വെച്ചാൽ മിലേനിയം വീൽ എന്നായിരുന്നു വിളിച്ചത്. പിന്നീട് ഏകദേശം അത് ലണ്ടനായിട്ട് മാറ്റുകയൊക്കെ ചെയ്തേക്കും. ഏകദേശം 135 മീറ്റർ ഉയരത്തിലാണ് ലണ്ടനൈ. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ നിരീക്ഷണ ചക്രമായിട്ടായിരുന്നു ഇത് കരുതി. ഇതിൽ ഏകദേശം 32 ഗ്ലാസ് ക്യാപ്സ്യൂളാണ് ഉള്ളത്. അത് ഏകദേശം ലണ്ടനിലുള്ള 32 മറ്റേ ബാരോകളെയാണ് പ്രതിനിധീകരിച്ചിട്ടാണ് 32 എന്നുള്ള ക്യാപ്സ്യൂൾസ് അവർ നിർമ്മിച്ചതൊക്കെ.
ഇത് ഏകദേശം ഒരു ഫുൾ റൗണ്ട് പൂർത്തിയാക്കാൻ വേണ്ടി ഏകദേശം 30 മിനിറ്റ് എടുക്കണം. അതായത് നമ്മളൊന്നിങ്ങനെ കറങ്ങി വരണമെങ്കിൽ ഏകദേശം 30 മിനിറ്റ് എടുക്കും. അതിൻ്റെ മേളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബിഗ് ബെൻ, ഹൗസ് ഓഫ് പാർലമെൻറ്റ്, ബക്കിംഗ് പാലസ്, റിവർ തോംസ്, പിന്നെ ലണ്ടൻ ബ്രിഡ്ജ് എന്നിവയൊക്കെ ഇതിൻ്റെ അകത്ത് നിന്ന് കാണാൻ പറ്റും കേട്ടോ. ഇന്ന് ലണ്ടനിലകത്ത് ഏറ്റവും ആൾക്കാർ വരുന്നതും ലണ്ടൻ്റെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലൊന്നാട്ടോ, ആകർഷണമായ ഒരു സംഭവം കേട്ടോ ലണ്ടനെ. വർഷം തോറും ഇവിടെ വരുന്ന ആളുകളുടെ എണ്ണം കൂടുതലായിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന കപ്പലാണ് HMS ബെൽഫാസ്റ്റ്. ഇതിവിടെ വന്നതിനൊരു കഥയുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇത് ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്തൊരു കപ്പലായിട്ട്, ലൈക്ക് 2ാം ലോക മഹായുദ്ധം, കൊറിയൻ വാർ, അങ്ങനെയുള്ള ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്ത ഒരു കപ്പൽ ഏകദേശം 1970 കാലഘട്ടമായപ്പോഴത്തേക്ക് ഇതിൻ്റെ ഏജ് കാരണം സ്റ്റോപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ വന്നു. പ്രവർത്തനം കാര്യങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്ത് ഡിമോളിഷ് ചെയ്യാം, അതായത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇൻഡസ്ട്രിയിലെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാമെന്ന് വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടുത്തെ മ്യൂസിയം ഈ അർമേനിയയിലെ ഗവൺമെൻറ്റിനെ അപ്രോച്ച് ചെയ്ത് നമുക്ക് തരാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചു. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് അവർ ഫേസ് ചെയ്ത ഇഷ്യൂ എന്ന് വെച്ചാൽ പൈസയായിരുന്നു. ഇത് കപ്പലിനെ സംബന്ധിച്ച് ഒരുപാട് പൈസ, മില്യൺസ് ഓഫ് മില്യൺ പൈസ കൊടുക്കും. പക്ഷെ അത്രയും പൈസ കൊടുക്കാൻ മ്യൂസിയത്തിൻ്റെ കയ്യിലില്ല. ലാസ്റ്റ് ആർമിയും ഗവൺമെൻറ്റിന് തീരുമാനിച്ചു വെച്ചാൽ ഇത് ഡിമോളിഷ് ചെയ്യാതെ പബ്ലിക്കിന് ഇത് കാണാനും ഒക്കെ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1 പൗണ്ട്, അതായത് ഇന്ത്യൻ റുപ്പി 130 രൂപയ്ക്ക് ഗവൺമെൻറ് മ്യൂസിയത്തിന് വിൽക്കുകയാണ്. ഇതാണ് ലണ്ടൻ ടവർ. നമ്മൾ ഈ കാണുന്ന ബ്രിഡ്ജ് ഉണ്ടല്ലോ, ഇതാണ് ലണ്ടൻ ടവർ. അതിമനോഹരമായൊരു കോട്ടയാണ് ആക്ച്വലി ഇത്. മുമ്പ് കാലത്ത് രാജാക്കന്മാരെ കോട്ടയായിട്ടും ജയിലായിട്ടും ആയുധം ശേഖരിക്കുന്നൊരു സ്ഥലമായിട്ടൊക്കെ ഈ ഒരു ലണ്ടൻ ടവർ പ്രവർത്തിച്ചിട്ടുണ്ട്. 1000-ലേറെ വർഷങ്ങളുടെ പഴക്കം കൊണ്ടിട്ട് ഇതിന്. ഇപ്പം ഇത് നമ്മുടെ ബ്രിട്ടീഷ് രാജകുടുംബത്തിൻ്റെ ഏറ്റവും മൂല്യമുള്ള കിരീടം സൂക്ഷിച്ചിരിക്കുന്നത് ഈ ലണ്ടൻ ടവറിലാട്ടോ. നമ്മൾ തോമസ് റൈഡിലൂടെ പോകുമ്പോൾ കാണാൻ പറ്റുന്ന മെയിൻ ഒരു അട്രാക്ഷനാണ് സെൻറ്റ് പോൾസ് കത്തീഡ്രൽ. 1666 ലണ്ടൻ മഹാ അഗ്നിബാധയ്ക്ക് ശേഷം പ്രസിദ്ധനായ ശില്പി സർ ക്രിസ്റ്റഫർ റെയ്ൻ രൂപകൽപ്പന ചെയ്ത ഈ ദേവാലയം ഇന്ന് ലണ്ടൻ്റെ പ്രധാന പ്രതീകങ്ങളിലൊന്നാണ്. അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു കാൽനട പാലം ഉണ്ട് കേട്ടോ. നമ്മളത് ഓൾറെഡി കവർ ചെയ്ത് പോകുന്നു. അതാണ് കാൽനട പാലമാണ് മിലേനിയം ബ്രിഡ്ജ്. ഇത് സെൻറ്റ് പോൾ കത്തീഡ്രലിൻ്റെയും സ്റ്റേറ്റ് മോഡേൺ മ്യൂസിയത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാട്ടോ. We have our 11,500-ton battleship, the HMS Belfast. Now this played a significant role in World War II, where it helped sink Hitler's favourite ship, the Scharnhorst, and it also fired some of the first shots on the D-Day landing. Facing cannons can fire up to 12 miles and for some reason are permanently locked onto a slow station on the M1. For what reason, nobody really knows why, but it would score a direct hit. After the World War, well, this ship was actually sent to be scrapped. However, the Imperial War Museum, well, they stepped in and they bought this ship for a grand total of £1. Yep, just one single pound they bought this entire ship for. ഈ ഷിപ്പ് അവർ മേടിച്ചതാണ് ഇവിടുത്തെ മ്യൂസിയം, അതായത് ഇവിടുത്തെ ആർമി ഇത് നശിപ്പിച്ച് കളയാൻ ഉദ്ദേശിച്ചപ്പോഴത്തേക്ക് ഇവിടുത്തെ മ്യൂസിയം വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഈ ഷിപ്പ് വേണമെന്ന് പറഞ്ഞു. കാരണം ഈ ഷിപ്പ് അവർ എത്ര രൂപ മേടിച്ചറിയാം? ഒരു പൗണ്ട്, അതായത് നമ്മുടെ നാട്ടിൽ 120 രൂപ. ഇതൊക്കെയാണ് ഏകദേശം 310 മീറ്റർ ഉയരമുള്ള ഈ കെട്ടിടം. ലണ്ടൻ്റെ ഏറ്റവും കൂടുതൽ ഉയരമുള്ള കെട്ടിടമാണ്. ഇത് ഷാഡ് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ഈ കെട്ടിടത്തിലാണ് കുറേ ഓഫീസുകളും ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, അങ്ങനെ കുറേ ഹൈടെക് ആയിട്ടുള്ള അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓഫീസുകൾ, ടെക്നോളജികൾ, കാര്യങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നതാവും. ഇതാണ് നമ്മുടെ ലണ്ടൻ ബ്രിഡ്ജ്. നമ്മൾ പക്ഷേ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലണ്ടൻ ബ്രിഡ്ജ് കാണിക്കുന്നത് ലണ്ടൻ ടവറാണ്. ഇതാണ് ലണ്ടൻ ബ്രിഡ്ജ്.
But it is said that your neighbour would be Will I Am from the Black Eyed Peas and made Dio to very top floor. So no win is a win, I suppose. But we're back up to London Bridge here. If you still don't believe me, this is the real London Bridge. Look either side of you as you pass underneath, and the neighbours literally written into the stone. ഇതുണ്ടോ പേരെഴുതിയിട്ടുണ്ടല്ലോ ലണ്ടൻ ബ്രിഡ്ജിൽ. വിശ്വാസമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പുള്ളി അത് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ അവിടെ പേരെഴുതി വെച്ചിട്ടുണ്ടെന്ന്. ഇതാണ് ലണ്ടൻ ബ്രിഡ്ജ്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന മെയിൻ ഒരു അട്രാക്ഷൻ കേട്ടോ, ഷേക്സ്പിയർ ബ്ലോക്ക് തിയേറ്റർ. ലോകപ്രസിദ്ധനായ നാടകകൃത്ത് വില്യം ഷേക്സ്പിയറിൻ്റെ നാടകങ്ങൾ അവതരിക്കപ്പെട്ട ചരിത്രപ്രധാനമായ വേദിയിൽ ഒന്നാണ് ഇത്. ഇതിപ്പം അവർ ഒരു വലിയ തീപിടുത്തം ഇവിടെ ഉണ്ടായിട്ടുണ്ട്, അത് പിന്നെ റീബിൽഡ് ചെയ്തതാണ് യൂസ് ചെയ്യുന്നത്. 500 years old. Now, this is actually a gift from Egypt, as we have them in the map of the Nile. Now, repeats, this one is a gift. It's probably the only piece of Egyptology we have here in London that isn't stolen. And the two pictures here at the bottom are actually നമ്മുടെ ലണ്ടനെ എത്തിക്കുക. ഇനി നമ്മളവിടെ പോയി നമ്മുടെ ക്രൂയിസ് അവിടെ നിർത്തും. അവിടെ നമ്മൾ ഇറങ്ങിയിട്ട് നേരെ ലണ്ടനിലേക്ക് കയറാൻ വേണ്ടി പോകും. But as we are coming towards the end of our tour today, guys, the toilets on board are now closed for cleaning. The closest ones will be in the London Eye ticket office once you depart, so don't bother. അങ്ങനെ നമ്മൾ ക്രൂയിസിൽ നിന്നൊക്കെ ഇറങ്ങി ഇവിടെ അടുത്ത ടീം കയറാൻ വേണ്ടിയിരിക്കുകയാണ്. ഇനിയാണ് നമ്മുടെ ലണ്ടനെ കാണാൻ വേണ്ടി നമ്മൾ പോകുന്നത്. നമുക്ക് വേണ്ടി അവിടെ പിടിച്ചു വെച്ചേക്കൊന്നും അല്ല കേട്ടോ, പയ്യത് കറങ്ങും. അപ്പം നമ്മൾ ചാടി കയറണം. അങ്ങനെയാണ് എൻ്റെ സിസ്റ്റം. അപ്പോൾ നമുക്ക് പോയി അത് കയറാം കേസ്. ക്രൂസൊക്കെ എടുത്തിട്ട് വന്നു. നമ്മൾ സ്റ്റാൻഡേർഡ് എടുത്തേക്കുന്നത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആട്ടോ നമുക്ക് കയറാൻ പറ്റുള്ളൂ. അവിടെ ഫാസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കയറാം, ഇവിടെ പതുക്കെ കയറാൻ പറ്റുള്ളൂ. പുള്ളിക്കാർ അവിടെ പണ്ട് ടിക്കറ്റ് കൊടുത്ത് കയറിപ്പോകുന്ന കാര്യങ്ങൾ ചെയ്യാം. ഇത് കാണിച്ച് നമ്മൾ വെരിഫൈ ചെയ്തു. ഇനി നമ്മൾ നേരെ വെള്ളിലേക്ക് കയറണം കേസ്. ഇതിനിടയ്ക്കും കുറേ ആൾക്കാർ തണുപ്പത്ത് ഓടുന്നുണ്ട് കേട്ടോ. നമ്മളവിടെ കൈ ഗ്ലൗസ് ഒക്കെ ഇട്ടാണ് പോകുന്നത്. നല്ല തിരക്കുണ്ടല്ലേ. Too much crowd, I think. You have your ticket now? Yep. നമ്മളങ്ങനെ ഇവിടെ വരുമ്പോൾ ഇവിടെ ടിക്കറ്റിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ആ ഒരു ബാർകോഡും കാര്യങ്ങളും നമുക്ക് തരും. അത് നമ്മൾ പിന്നെ കൊണ്ടുപോയി കൗണ്ടർ കാണിച്ച് നമുക്ക് ആ ഫോട്ടോസ് കിട്ടും. നമ്മുടെ ഫോട്ടോസ് നമ്മളങ്ങനെ ക്യൂ നിൽക്കുവാണ്. ഇത് വന്ന് പതുക്കെ കയറി പോകുന്നു. ആൾക്കാർ കയറുന്നു, ചാടി കയറുന്നു, ഇറങ്ങേണ്ടവർ അപ്പുറം നിന്ന് ഇറങ്ങുന്നു. നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടാണോ ഇതിൻ്റെ അത് കയറാൻ വേണ്ടി. നല്ല തണുപ്പുണ്ട്, അടിപൊളിയാണ്. നമുക്ക് കയറി എൻജോയ് ചെയ്യാം. പോയിട്ട് വരും കേസ്. ബൈ. നമ്മളങ്ങനെ അതിൻ്റെ അടുത്ത് വന്നു ക്യൂ നിൽക്കുവാണ് കേസ്. ഒരാളെ ഇപ്പോൾ കയറിപ്പോയി. എൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. നമ്മളെ കയറ്റി ഗേറ്റ് ക്ലോസ് ആക്കി ഇനി അടുത്ത് വരാൻ വേണ്ടിയിട്ട്. അടുത്ത് വന്ന് അവിടെ എൻ്റെ അടുത്ത് ക്ലീനും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ആൾക്കാർ. അതിലാണ് കേസ് നമുക്ക് പോകണ്ടേ. സൂക്ഷിച്ചു വേണം കേട്ടോ. എൻ്റെ അത് സൂക്ഷിച്ച് കയറണം. ഇത് മൂവ് ചെയ്തോണ്ടിരിക്കാണ്. ഇവിടെ ചാടിക്കയറുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ പതുക്കെ വീരാൻ തുറന്ന പോലെ തോന്നും. പുട്ടുപോലെ നിൽക്കുന്നത് മേടിച്ചല്ലോ. നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആൾക്കാരൊക്കെ ടു എക്സൈറ്റഡ് ആയിട്ട് എന്നോടേക്ക് വന്നപ്പോഴത്തേക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പതുക്കെയായിട്ട് പൊങ്ങി പോകുന്നത്. അപ്പൊ താഴെ നമുക്ക് ആൾക്കാരെ കാണാം അവര് നടക്കുന്നൊക്കെ. എന്താ അറിയില്ല, ഭയങ്കര സന്തോഷം. ഹായ് സാരു.
യെസ്, താഴെ രണ്ടുപേരും ടാറ്റയൊക്കെ തരുന്നുണ്ട് നമുക്ക്. കുറെ പേരുണ്ട്, അവരെല്ലാം എന്റെ തിരിക്കുവാണല്ലോ. ഒരു ഇരുമ്പിലാണ് നോക്കി നടക്കുന്നത്. മേളിലുള്ള എന്റെ വീട്, നമ്മുടെ താഴെയുള്ള വ്യൂ ഒക്കെ നമുക്ക് പതുക്കെ പതുക്കെ ഇടാൻ കിട്ടും. ആരുടെ ടയറെ കൂടെ കറങ്ങി കറങ്ങി പൊക്കി വരുന്നത്. കുഞ്ഞു പിള്ളേരും കണ്ട, അവരൊക്കെ ഭയങ്കര ഹാപ്പിയിലാണ്. യെസ്, അവിടെ നമുക്ക് സൂപ്പർ കാര്യങ്ങൾ കാണും. നമുക്ക് ഈ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് കാലുകൾ, അതായത് നമ്മുടെ കാലുകളല്ല, ഇതിന്റെ ലണ്ടനായിട്ട് രണ്ട് കാലുകളും അതിലെ കേബിളും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ പതുക്കെ ഇറങ്ങി കൊണ്ട് വരുന്നത് കാലുകൾ പല വ്യൂ നമുക്ക് പുറത്തേക്ക് കയറാൻ പറ്റും. കൈത്തൊക്കെ വിടുമ്പോൾ സോ നൈസ്. മഴയുണ്ട് ചെറുതായിട്ട്. ഇവിടുത്തെ ഇത് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. കാണാൻ നോക്കുന്നുണ്ട്. ലണ്ടൻ നഗരം നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം തന്നെ കാണാൻ പറ്റുന്നുണ്ടോ. ഇതിങ്ങനെ പയ്യായിട്ടാണ് കറങ്ങുന്നത്. നമുക്കത് ഫീൽ ചെയ്യത്തേ ഇല്ല ഇത് പൊങ്ങി പോകുന്നുണ്ടെന്ന് പോലും. പയ്യെ കറങ്ങുന്നുണ്ട്. ഇതിൽ പിള്ളേര് ഭയങ്കര ഓടി കളിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ ഇതിനകത്ത് ചിലപ്പോൾ പേടി തോന്നില്ല കേട്ടോ. കാരണം ഫുള്ള് ഗ്ലാസ് വെച്ച് കവർ ചെയ്ത് ഫുൾ സെറ്റപ്പാണ്. നമുക്ക് ലണ്ടൻ ബ്രിഡ്ജിന്റെ വ്യൂ ഒന്നും കിട്ടത്തില്ല അവിടെ. ലണ്ടൻ ബ്രിഡ്ജിന്റെ അപ്പുറം ആ സൈഡ് ആയിട്ട് അവര് നമുക്ക് ലണ്ടൻ റിവറിന്റെ വ്യൂസും കാര്യവും കിട്ടുന്നുണ്ട്. കുറെ കപ്പലുകളും ടൂറിസം കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടേക്കുന്നു. ഈ താഴെ നടന്നുകൊണ്ടിരുന്നു. One person is saying hi to me. ലോകത്തറിയല്ലോ. അപ്പൊ അവരാണ് ഇതിന്റെ ടോപ്പിലുള്ളത്. പിന്നെ നമ്മളെത്തും. വെള്ളം ഉള്ളതുകൊണ്ട് കിട്ടുന്നില്ല. ഇപ്പൊ നമ്മുടെ പാർലമെന്റ് ഓഫീസ് അതിന്റെ ബിഗ് ബാൻ എലിസബത്ത് ബിൽഡിങ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതിന്റെ ടോപ്പ് ഇതുണ്ടായിരുന്നു. പരന്ന് കിടക്കുമ്പോൾ തന്നെ പടർന്ന് കിടക്കും. യെസ്, നമ്മൾ പിന്നെ ഓൾമോസ്റ്റ് മണ്ടയ്ക്ക് എത്താൻ തുടങ്ങി. അവര് താന്ന് പോട്ടെ. അങ്ങനെ ഇപ്പൊ നമ്മളാണ് നമ്മളിനി മൊത്തം താഴത്തേക്ക് പോവുകയാണ്. താഴത്തേക്ക് അപ്പൊ ഇപ്പർ സൈഡിലുള്ള വീണ്ടും കേട്ടോ നമ്മുടെ പാർലമെന്റ് മന്ദിരം. പിന്നെ ഇപ്പുറമുള്ള കാര്യങ്ങൾ റെസിഡൻസിലേക്ക് നമ്മുടെ നദിയിലെ കാഴ്ചകളൊക്കെ നമുക്ക് എന്താ വെച്ചാൽ ഇതിൻ്റെ കഴിഞ്ഞാൽ പേര് തോന്നില്ല കേട്ടോ. നമ്മുടെ ഒക്കെ അടുത്തുള്ള ഉത്സവത്തിനൊക്കെ വരുന്നതിലെല്ലാം കാർണിവലൊക്കെ നടക്കുന്നതിൽ പോയി കഴിഞ്ഞാൽ ചെറിയൊരു പേര് തോന്നും. പക്ഷെ അത് തോന്നാറില്ല. നമ്മളിപ്പോ ഇത് ടെസ്റ്റിൽ വന്നിട്ട് എടുക്കുന്നത് താഴത്തേക്ക് എന്തായാലും പേര് തോന്നുന്നു കേട്ടോ. എന്തായാലും ചിലപ്പോൾ സായിപ്പന്മാർ പണിതുകൊണ്ടായിരിക്കും.
ബസ്സൊക്കെ പോകുന്നതാണ്. ചെറിയൊരു പൊട്ടുപോലും നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോ ഓൾമോസ്റ്റ് അങ്ങകലെ ചെറുതായിട്ട് സൂര്യൻ വരുന്നുണ്ട്. ഈ ദൂരതയിലേക്ക് പടർന്നു നടക്കുന്ന ലണ്ടൻ നഗരവും അതിന്റെ കാഴ്ചകളും നമ്മൾ ലണ്ടനിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലണ്ടൻ നദി നമ്മളിപ്പോ കറങ്ങി കറങ്ങിയ ഒരു ഭാഗം വെച്ചിട്ടുണ്ടാവും. സംഭവം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ ചാട് ഇറങ്ങാന്നുള്ളതാണ് അടുത്ത ടാസ്ക്. എല്ലാവരും ഭയങ്കര ഹാപ്പി. അവിടെ ഇറങ്ങുമ്പോ യെസ് അങ്ങനെ നമ്മളെ കയറി. നമ്മളിവിടെ സെൻറ്റ് ജെയിംസ് പാർക്കിലൊക്കെ വന്നു. അതായത് ബക്കിംഗ്ഹാം പാലസൊക്കെ കണ്ടിട്ട് പിന്നെ സെൻറ്റ് ജെയിംസ് പാർക്കിൽ വന്ന് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഒരു ചായ കുടിച്ച്. ഇവിടെ ലേക്ക് ഉണ്ട് കേട്ടോ അതിൻ്റെ. നമ്മളങ്ങനെ ലണ്ടൻ ബ്രിഡ്ജൊക്കെ കയറിയിട്ട്, അല്ല ലണ്ടൻ ബ്രിഡ്ജ് എനിക്ക് എപ്പോഴും മാറിപ്പോകും കേട്ടോ. ഇതാണ് ടവർ ബ്രിഡ്ജ്, അപ്പുറം കാണുന്നതാണ് ലണ്ടൻ ബ്രിഡ്ജ്. ഹലോ ഗേസ്, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നമ്മുടെ അടുത്ത വീഡിയോ വരുന്ന ബക്കിംഗ്ഹാം പാലസ്, ജെയിംസ് പാർക്ക്, പിന്നെ അതുപോലെ തന്നെ ലണ്ടൻ ടവറും ലണ്ടൻ ബ്രിഡ്ജും ഉണ്ടാവും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. സ്റ്റേ ട്യൂൺഡ്.